ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം എന്ന് പറഞ്ഞേ. അപ്പം നമ്മുടെ തോപ്രാങ്കുടി പെരുന്നാൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. നമ്മുടെ ചെറിയ ഒരു ആഘോഷമല്ല, നമ്മുടെ വലിയൊരു ആഘോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ആഘോഷങ്ങളെക്കാളും ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഘോഷമാണ് നമ്മുടെ പള്ളി പെരുന്നാൾ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ മെയിൻ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കാണാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു കുട്ടി വീഡിയോ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരുപാട് പരിപാടികളും പ്രോഗ്രാംസും കാര്യങ്ങളും കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ പുറകെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനും ആവക്കുട്ടിയും അച്ചാച്ചനും കൂടി ചുമ്മാ പെരുന്നാൾ സ്ഥലത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും ഞാനും അച്ഛയും ആവക്കുട്ടിയും കൂടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആവക്കുട്ടിക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല, പകരം അന്നുകുട്ടിക്ക് വരാനാണ് ഭയങ്കര ഇൻട്രസ്റ്റും. അപ്പോൾ നമ്മൾ എന്തായാലും അന്നൂടനെയും കൂട്ടിക്കൊണ്ട് ചുമ്മാ ഇവിടെ തിരക്കില്ലാത്ത സമയത്ത് ചുമ്മാ ഈ വെച്ചുവാണി കടകളൊക്കെ ഒന്ന് കാണാം, നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്തായാലും യാതൊരു പ്രശ്നവും ഇല്ലാതെ ഭയങ്കര സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നമ്മുടെ അന്നക്കുട്ടിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ത്തിലുള്ള ശേഖരമാണ് കേട്ടോ. നമ്മളതിലൊന്നും വാങ്ങിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇവിടെ കാണാനായിട്ട് ഇത് മതി. അതിലൊന്നും വാങ്ങിക്കാൻ എല്ലാ സ്ഥലങ്ങളും കയറി ഇറങ്ങി കാണാം. പിന്നെ പെണ്ണിനെ എന്നാടാ വേണ്ടി മഞ്ഞക്കുട്ടിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വേണോ ഒരു ഹെയർ ബാൻഡൊക്കെ അച്ഛൻ എടുത്തു. അപ്പോൾ അത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെയർ ബാൻഡൊക്കെ വെച്ചാൽ ചിലപ്പോൾ തലവേദന ഉണ്ടാവും, അപ്പോൾ നമുക്ക് ചുമ്മാ ക്ലിപ്പൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഗാനമേള നടക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ, നടക്കാൻ പോകുന്ന ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ കമ്മൽ മേള എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കമ്മലുകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ നോക്കുമായിരുന്നു എവിടെയാണ് ഇന്ത്യ എന്നൊക്കെ ഉള്ളത്. ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നക്കുടനോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞു വണ്ടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചുമ്മാ വെറുതെ ഇതൊക്കെ നടന്ന് കാണിക്കുക. ഇതുപോലത്തെ ഒരു കടയിലാണ് കേട്ടോ, ഒരുപാട് കടകളാണ്, നിറയെ കടകളാണ്, നല്ല രസമാണ് നമുക്ക് കണ്ടിരിക്കാൻ. അപ്പം ചില കടകളിൽ നമ്മൾ ഒരാളുടെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള കടകൾ. അപ്പം ഇതൊരു നല്ല വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യക്കൂട്ടിന് വേണ്ടി വാങ്ങിച്ചാലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുവാണ്. അപ്പം ആവക്കുട്ടനെ കൊണ്ടാണ്, ആവക്കുട്ടനും പിന്നെ കളിപ്പാട്ടങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചുമ്മാ ഇതൊക്കെ നോക്കിയിരിക്കണം. അപ്പം ഞാനിത് ഫുള്ള് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഫുള്ള് പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഫുള്ള് കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നത് കൊണ്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നാണ് കേട്ടോ അന്നൂട്ടെ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വോയിസ് കൊടുക്കേണ്ടി വന്നു. മൗബയുടെ പൊന്നാരാ, അച്ചാച്ചൻ്റെ പൊന്നാരാ, അമ്മയുടെ പൊന്നാരാ, ഇച്ചായൻ്റെ പൊന്നാരാ, മമ്മിയുടെ പൊന്നാരാ, ആദിച്ചേട്ടയുടെ പൊന്നാരാ, ന്യൂഞ്ഞിയുടെ പൊന്നാരാ, എല്ലാവരുടെയും പൊന്നാരാ. അയ്യോടാ പാവോട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതുണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്കൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പള്ളിയിൽ പാട്ട് വെച്ചേക്കുന്നത് കൊണ്ട് നമ്മളിപ്പോഴാണ് കാണുന്നത് ഫുള്ളും പാട്ടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 3 കുഞ്ഞുമക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ചുമ്മാ ഇരുന്ന് മമ്മീനെ കൊണ്ട് ഇങ്ങനെ തലമുടിങ്ങനെ ചുമ്മാ മസാജ് ചെയ്യിപ്പിക്കായിരുന്നു. ഒരു സന്തോഷം നമുക്ക്. എനിക്കതിൻ്റെ ഉറക്കം വരെയാണ് കേട്ടോ, കാരണം ഇന്നലത്തെ ഉറക്കം കിടപ്പുണ്ട്. ഇന്നലെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ഉറക്കം കിടക്കുന്നു. അപ്പോൾ ഇന്നും ഇങ്ങനെ തപ്പിക്കൊണ്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ആഘോഷമാണ് കേട്ടോ പള്ളി പെരുന്നാളെന്ന് പറയുന്നത്. നമ്മൾ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ ഒരു വർഷം ഇനി അടുത്ത വർഷമാണല്ലോ പെരുന്നാളാവാൻ എന്നൊക്കെ വിചാരിച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം വീണ്ടും പള്ളിയിൽ വന്നിട്ടുണ്ട്. പള്ളി ഫുള്ളും ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളും ഇങ്ങനെ ഈ വാദ്യമേളങ്ങളുടെ സൗണ്ടുകളും അങ്ങനത്തെ പാട്ടും ഒക്കെ ഒരു ബഹളമാണ് കേട്ടോ. ഒരു പൂരപ്പറമ്പിലെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ എല്ലാ അച്ചടക്കത്തോടെയും എല്ലാം നീറ്റായിട്ടുമാണ് കാര്യങ്ങൾ. പക്ഷേ ആളുകൾ ഒരുപാട് കൂടുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ടിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് ഷോ ആയിരുന്നു കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പടക്കങ്ങളിങ്ങനെ അങ്ങനെ പറയാം, പടക്കം എന്ന് പറയില്ല, എന്തോ അതിങ്ങനെ പൊട്ടുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അത് പൊട്ടുന്നത്. അപ്പോൾ അത് ഈ ലൈറ്റ് ഷോയുടെ ഇടയിലും കൂടെ ആയതുകൊണ്ട് അത് നല്ല രസമായിരുന്നു കേട്ടോ പൊട്ടുന്ന കാണാനായിട്ട്. അതും ഒരു ഇത് ഞാൻ ഇതുവരെ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. അപ്പം ഇതുണ്ടോ ഇങ്ങനെ പൊട്ടുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പള്ളിയുടെ ആ ഇതിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ആവക്കുട്ടനും അന്നക്കുട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഗാനമേളയുടെ സമയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മമ്മി വള്ളിക്കകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് മമ്മി ഇവിടെ ഇല്ല. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ സാധനം കാണുമ്പോൾ ഇപ്പോൾ ഇവർ ചോദിച്ചില്ലെങ്കിലും അവിടെ വിൽക്കാൻ നിൽക്കുന്നവർ ഇവരുടെ കയ്യിലോട്ട് ചോദിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതാണ് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒരു ചേട്ടൻ ആദ്യമേ തന്നെ അവളെ കണ്ടതേ ഒരു സാധനം എടുത്ത് കൈ കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രീ ആയിട്ട് ചുമ്മാ കൊടുത്തായിരിക്കും. കൊച്ച് വേണമെന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷേ പിന്നെ പോകാതെ തോന്നി 100 രൂപ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് നമ്മൾ ആദ്യക്കുട്ടനും അന്നിക്കുട്ടനും മേടിച്ചു. പിന്നെ നമ്മൾ അവർക്ക് കയ്യിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ അത് കിട്ടില്ല. അപ്പോൾ അതാണ് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണത്. കുഞ്ഞു പിള്ളേരെ ആകർഷിക്കാൻ നമ്മൾ ഈ ചെറിയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കുഞ്ഞു പിള്ളേരുടെ അടുത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇത് കാണിച്ചിങ്ങനെ നമ്മൾ കണ്ണൊക്കെ മറച്ചുകൊണ്ട് പോകുമ്പോൾ അവരിതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ പാട്ട് ഗാനമേള നടക്കുമ്പോൾ അതനുസരിച്ച് ഇവിടെയാണ് കുറച്ച് സ്പേസ് ഉള്ളൂ. സ്പേസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുള്ളൂ. പക്ഷേ ഗാനമേള നമുക്ക് കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്നാൽ അതുപോലെ ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കൊച്ചുങ്ങളെയും കണ്ടൊക്കെ നിൽക്കാൻ നല്ല സൗകര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, 3 പേരും ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുഞ്ഞിനെ അന്നക്കുഞ്ഞിനെയും കൊണ്ട് എന്തൊക്കെയോ കളിപ്പാട്ടം മേടിച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അവർ പോയി. കണ്ടോ ഈ വക സാധനങ്ങളൊക്കെ. ഇതിനിടയിൽ പള്ളിയിൽ പോയിട്ട് മമ്മീനെ കൂട്ടിക്കൊണ്ട് ഞാൻ വന്നു. അപ്പോൾ ഇതൊക്കെ അവർക്ക് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പക്ഷേ ശരിക്കും പെരുന്നാൾ കൂടിയത് ആവുട്ടിയും അന്നൂട്ടിയും ആദ്യക്കുട്ടനുമാണ് കേട്ടോ. ബാക്കി നമ്മളാരും ഒന്നും തന്നെ വാങ്ങിച്ചില്ല. ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഒന്നും തന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം ഒരു ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ പോയേക്കാം എന്നാൽ ഇനി പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുങ്ങളെ വിളിച്ചിട്ട് എല്ലാവരും വന്നു. പക്ഷെ ആ കുഞ്ഞ് എന്ത് ചെയ്ത വരില്ലാട്ടോ, ഭയങ്കര കാരച്ചിൽ. അവിടെ ചേട്ടായിമാരുടെയൊക്കെ കൂടെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ ആ ഒരു വലിയ ആഘോഷം ഇവിടെ തീർന്നു. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. ആ ഒരു വർഷം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെയാണ്. ഇത് തീരുമ്പോൾ അതിൻ്റെ ഇവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നുണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം അവിടെ പരിപാടി നടക്കുന്നു. വണ്ടികൾ ഭയങ്കരമായിട്ടുള്ള തിക്കും തിരക്കും. ഹലോ, അപ്പം നമ്മുടെ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. അടിപൊളി പെരുന്നാളായിരുന്നു. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞില്ല, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഗാനമേള ഒരു പകുതിയായപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര ആളായിരുന്നു കേട്ടോ. അത് പിന്നെ ഒരു രക്ഷയില്ല, എല്ലാ വർഷത്തെയും പോലെ തന്നെ ഭയങ്കര ആളായിരുന്നു. നമുക്കതിൻ്റെ ഇടയിൽ പോയി വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ അത് ഗാനമേള വെടിക്കെട്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും സർവ്വസാധാരണമായതുകൊണ്ട് വീഡിയോ എടുത്താലും വീഡിയോയിലൊന്നും ആളുകൾക്ക് നേരിട്ട് കാണുന്ന പോലെയല്ല, വീഡിയോയിലൊന്നും കാണാനൊരു രസം ഉണ്ടാവില്ല, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് കടകൾ അതും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ നിറയെ കടകളാണ് കേട്ടോ. എല്ലായിടത്തും അത്രയൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ പള്ളി ഇരിക്കുന്നത് നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നാനാജാതി മതത്തിൽപ്പെട്ട എല്ലാവരും വന്ന് ആഘോഷിക്കുന്ന ഒരു പള്ളി പെരുന്നാളാണ് തോപ്രാംകുടി പെരുന്നാൾ. അപ്പോൾ അത് കൂടാൻ പറ്റിയ അല്ലെങ്കിൽ ആ പള്ളിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.